ഇന്ന് രാവിലെ മുതൽ എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു കാന്തപുരം ഇടപെട്ട് നിമിഷപ്രിയയുടെ, അതായത് യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും യമനിലുള്ള ഉന്നത വൃത്തങ്ങളുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വധശിക്ഷ റദ്ദാക്കിയത് എന്നുമായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് ഇട്ട പോസ്റ്റും. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ വിശദീകരണം വന്നിരിക്കുന്നതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്, നിമിഷപ്രിയ കേസിൽ ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണ്, അങ്ങനെ യാതൊരു വിവരങ്ങളുമില്ല, വധശിക്ഷ റദ്ദാക്കി യാതൊരു വിവരങ്ങളുമില്ല എന്ന്. അതിന് മുൻപ് തന്നെ യമനിലുള്ള ഈ തലാൽ എന്ന് പറയുന്ന, അതായത് ഈ നിമിഷപ്രിയ വധിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരനും കുടുംബവും പറഞ്ഞത് തങ്ങൾ ആരുമായി ചർച്ച നടത്തിയിട്ടില്ല, ഇവരാരുമായിട്ടാണ് ചർച്ച നടത്തിയെന്ന് തങ്ങൾക്ക് അറിയില്ല, ഏതായാലും തങ്ങളുടെ ഡിമാൻഡ് വധശിക്ഷ തന്നെയാണ്, അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് മാറാൻ തങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാരിനേക്കാൾ വലുതായി എംബസികളുമായിട്ടും നയതന്ത്ര ബന്ധങ്ങളുമായിട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന ചില സൂപ്പർ ഹീറോകൾ പല രീതിയിലും പൊങ്ങി വരുന്നുണ്ട്. അത്തരക്കാർക്ക് ഇത് ഒരു വലിയ കുരുക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മുൻപ് പറഞ്ഞിരുന്നൊരു കാര്യം തന്നെയാണ് ഇത്തരം മാധ്യമ വാർത്തകളും ഒപ്പം തന്നെ ഇതുകണക്കുള്ള ഇടപെടൽ ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലോ ഇല്ലെങ്കിൽ ഇടപെട്ടു എന്ന് പറയുന്ന തരത്തിലുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ വലിയ പ്രത്യാഘാതം തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ ഇല്ലെങ്കിൽ യമൻ പോലൊരു രാജ്യത്ത് സൃഷ്ടിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ലോകം എമ്പാടും ഏതു വാർത്തയും ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുവാനും വായിക്കുവാനുമുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ വിരൽത്തുമ്പിൽ ഈ വാർത്തകൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഈ അവകാശവാദങ്ങളും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രസ്താവനകളുമൊക്കെ ഒരുപാട് കുരുക്കുകളിലേക്കാണ് അത് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അതായത് ഒരുപക്ഷെ വളരെ ധൃതി പിടിച്ച് തന്നെ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. അതായത് കൂനിന്മ കുരു എന്ന രീതിയിലാണ് പല പ്രസ്താവനകളും പല വാർത്തകളും വരുന്നത്. ഈ വാർത്തകൾ ഉണ്ടാക്കുന്ന മറ്റു രാജ്യങ്ങൾ, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ നമ്മുടേതടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തകൾ പാകിസ്ഥാനിലടക്കം ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായിട്ടുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അങ്ങനെ ലോകത്തെമ്പാടും ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. കൂടുതൽ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാകും എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെയുള്ള ഇടപെടലുകളും പ്രസ്താവനകളും ഒഴിവാക്കണമെന്ന്. പക്ഷെ വീണ്ടും അത്തരത്തിൽ വന്നിരിക്കുന്നു. ഏതായാലും കാന്തപുരം പോസ്റ്റ് മുക്കിയിട്ടുണ്ട്, മാധ്യമങ്ങൾ പതുക്കെ തിരുത്തി തുടങ്ങുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.